വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, ഞാൻ ഈ നോട്ടീസ് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവിടെ അഭിമുഖീകരിക്കേണ്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നത് ഈ സദസ്സിന് ചേർന്നതല്ല എന്നതുകൊണ്ട് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കണം. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഹനീൻ ഫൗണ്ടേഷൻ, ഈ ഹനീൻ എന്നുള്ള പേര് സാധാരണ നമ്മൾ കുട്ടികളുടെ പേര് പലപ്പോഴും മറക്കും. പക്ഷെ ഞാനൊരിക്കലും അത് മറക്കൂല. കാരണം എൻ്റെ ഒരു മകൻ്റെ പേര് ഹനാൻ എന്നാണ്. ഞാൻ അബീബ് ഈ കുട്ടിക്ക് പേരിട്ടപ്പോൾ തന്നെ പലപ്പോഴും കുട്ടികളെ പേര് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഉടക്കിപ്പോയൊരു പേരാണത്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് അവനെ എപ്പോഴും ഓർക്കാറുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഹബീബിനൊരു പ്രയാസം വന്നു. അത് നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ അവന് സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ, എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട്. പിന്നീടാണ് കുട്ടിയുടെ പ്രയാസം വരുന്നത്. അത് കേട്ടപ്പോൾ അതിലേറെ വിഷമം വന്നു പോയി. പക്ഷേ ഒരു ഇച്ഛാശക്തിയുള്ള തവക്കുലുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുള്ള അവൻ്റെ കാഴ്ചപ്പാട്, മരണമെന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനമല്ല, യഥാർത്ഥ ജീവിതത്തിൻ്റെ തുടക്കമാണ്. നമ്മളെ നാട്ടിൽ ആത്മഹത്യ പെരുകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ വിളിക്കാറുള്ള പേര് തന്നെ ഫൈനൽ എക്സിറ്റ് എന്നാണ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള ഒരു എക്സിറ്റാണ് മരണം എന്ന നിലക്കാണ് കാണാറുള്ളത്. അതുകൊണ്ടാണ് ചെറിയ നിസ്സാര കാരണത്തിൻ്റെ പേരിൽ പെട്ടെന്ന് മരണത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു തലമുറയെ നമ്മൾ കാണുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മരണം ഒരിക്കലും ഫൈനൽ എക്സിറ്റ് അല്ല, മറിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസ് ആണ് മരണമെന്ന് പറയുന്നത്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോക ജീവിതമാണ്. അപ്പം ശരിക്കും ആ ജീവിതത്തിലേക്കുള്ളൊരു പരീക്ഷയാണ് ഇവിടെയുള്ള ജീവിതം. പക്ഷെ പരീക്ഷാ ഹാളിനെ ജീവിതമായി തെറ്റിദ്ധരിച്ച ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ വരുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ ആഘാതങ്ങൾ ആളുകളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ചു പോകുന്നത്, അസ്വസ്ഥരാകുന്നത്. എന്നാൽ ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും മരണം വരും. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് കാത്തിരിക്കുന്ന ആൾക്ക് ട്രെയിന് വരുമ്പോൾ സന്തോഷം ഉണ്ടാവുള്ളൂ, കാരണം ഞാൻ കാത്തിരിക്കുന്ന ട്രെയിനാണ്. ഇതേപോലെ ജീവിതത്തിൽ മരണം എന്തായിരുന്നാലും സംഭവിക്കും. ആ മരണത്തിന് ശേഷമാണ് എനിക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിലുള്ള റിവാർഡ് കിട്ടാനിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരിക്കലും അവനെ അത്യന്തം നിരാശയിലേക്ക് എടുത്തെറിയപ്പെടുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മകൻ മരിച്ചാൽ ആ മകൻ മരിച്ചതിനെ സംബന്ധിച്ച് മലക്കുകളോട് അള്ളാഹു സംസാരിക്കുന്നതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ആ പ്രിയപ്പെട്ട കരളിനെ, അതിൻ്റെ ആത്മാവിനെ നീ പിടിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? അപ്പം അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതായത് മകൻ മരിച്ച വാപ്പ അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവന് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരു ബൈത്തുൽ ഹംദ് ഉണ്ടാക്കി കൊടുക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്താ ബൈത്തുൽ ഹംദ് എന്ന് പറഞ്ഞാൽ? സ്തുതിയുടെ ഒരു വീട്. അഥവാ മകൻ മരിച്ചാലും അതിൽ ക്ഷമിക്കാനും സഹിക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു വിശ്വാസി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവനാണ്. ആ ആദരവ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹബീബിന് ലഭിക്കട്ടെ എന്ന് ഈ സദസ്സിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കാരണം അവൻ ആ മരണത്തോട് അങ്ങനെയാണ് പ്രതികരിച്ചത്. ഞങ്ങൾ ആ സന്ദർഭത്തിലൊക്കെ ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്ന ദൃഢമായ സ്വരത്തിലായിരുന്നു ഹബീബിൻ്റെ സംസാരങ്ങൾ ഒട്ടുമിക്കും. അത് ഹബീബിന് ലഭിച്ച ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്താണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു കരുത്തിൽ തന്നെ ജീവിച്ചു മുന്നോട്ട് പോകാൻ അതവർക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന കുട്ടിക്ക് വേണ്ടി ഉണ്ടാകണം. അവൻ്റെ സ്മരണ
ഇവിടെ എന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭത്തിനാണ് ഇവിടെ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ആ സംരംഭം അവനെപ്പോലെയുള്ള ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകാൻ ഒരു ഊന്നുവടിയായി മാറട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. ഇതിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു പ്രബുദ്ധമായ സദസ്സായതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് വിദ്യാഭ്യാസം, കരിയർ എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസം നേടാൻ വിമുഖതയുള്ള ഒരു സമൂഹമായിരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് വന്നിരിക്കുന്നു ഈ സമുദായത്തിലെ കുട്ടികൾ. പക്ഷെ അത് പോയി നമ്മുടെ കരിയർ എന്ന് പറയുന്നത് ജീവിതത്തിന് വേണ്ടിയാകണം, ഒരിക്കലും കരിയറിന് വേണ്ടിയാകരുത് ജീവിതം. ഇന്ന് അങ്ങനെയുള്ളൊരു തലത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. വാപ്പയും വേണ്ട, ഉമ്മയും വേണ്ട, കുടുംബവും വേണ്ട, നാടും വേണ്ട, ഒന്നും വേണ്ട, എനിക്കെൻ്റെ കരിയർ മതി. ഇതും അപകടമാണ്. കരിയർ ജീവിതത്തിന് വേണ്ടിയാകണം, അല്ലാതെ ജീവിതത്തിന് വേണ്ടിയുള്ള കരിയറിന് വേണ്ടിയുള്ള ജീവിതമാകരുത്. ഈ ഒരു കൺസെപ്റ്റ്, കാഴ്ചപ്പാട് ഈ ഒരു ഫൗണ്ടേഷനിന് ഒരു അടിത്തറയായി നിലകൊള്ളണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അപ്പോഴാണ് ഇവിടെ നാട്ടിലുള്ള മറ്റു ഫൗണ്ടേഷനുകളിൽ നിന്ന് ഇതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുകയുള്ളൂ, വ്യതിരക്തത ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുത്തെടുത്ത് കുട്ടികളെ പുളിച്ചുമ കയറ്റി ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്കും അവർ ജീവിതം തകർന്നു പോയി എന്ന് പറഞ്ഞ് മരിച്ചു പോകുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. അത്രമേൽ സ്ട്രെസ്സ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാട്, ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് കൂടി ഉൾച്ചേർത്തുകൊണ്ടായിരിക്കണം തലമുറയെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ വലിയ അസ്വസ്ഥതകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് കൂടി ഇവിടെ പങ്കുവെക്കുന്നു. അതോടൊപ്പം ഇതൊരു മരണത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നൊരു വേദിയായതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ആലോചിക്കുക മറ്റുള്ളവരുടെ മരണത്തെ സംബന്ധിച്ചാണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു ഫോൺ വന്നു എനിക്ക്. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും, നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഇസ്ലാഹി പണ്ഡിതനാണ് നമ്മുടെ അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ. ഗ്രന്ഥകർത്താവായിരുന്നു, ദേശീയ അവാർഡ് വരെ നേടിയിട്ടുണ്ട്. നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻനിര കാരണവനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി ഇന്ന് പെട്ടെന്ന് മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. എടക്കര അവരുടെ പേരക്കുട്ടിയുടെ ഒരു കോൺവെക്കേഷന് വേണ്ടി പോയതാണ്. ആ സദസ്സിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തലകറങ്ങി ഛർദ്ദിച്ച് പൾസ് പോയി, അവിടെ നിന്ന് മരിച്ച് ഇപ്പോൾ മയ്യത്ത് തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പം ഞാൻ പറയുന്നത്, മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളും അതിന് വിധേയരാകുമെന്ന ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ മരണത്തിന് ശേഷമുള്ള ജീവിതം ഭാസുരമാകാൻ ആവശ്യമായ പാഥേയം എൻ്റെ അടുക്കലുണ്ട് എന്ന് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഫൗണ്ടേഷന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.